ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വിഷു വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഈ വർഷം വെള്ളരി, പീച്ചിൽ, വെണ്ട, പയർ പച്ചയും പർപ്പിൾ കളറും, മത്തൻ, തണ്ണിമത്തൻ, മുളക്, പാവൽ ഒക്കെയാണ് കൃഷി ചെയ്തത്. വത്തക്ക ഈ പ്രാവശ്യം വിളവെടുപ്പ് നടത്താനും കഴിഞ്ഞു. ഈ വർഷം വെള്ളരി നമുക്ക് അത്യാവശ്യം വിളവ് ലഭിച്ചു. നമ്മൾ വെള്ളരി നാടൻ ഇനമാണ് കൃഷി ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് കാണാനും നല്ല ഭംഗിയാണ്. വെള്ളരി കൃഷിയിൽ തുടക്കത്തിലുള്ള കുഴിയെടുക്കലാണ് കുറച്ചധികം അധ്വാനമുള്ളത്. പിന്നീട് ദിവസേനയുള്ള വെള്ളം നനയാണ്. അത്ര അധികം കഷ്ടപ്പാട് പിന്നീട് വെള്ളരി കൃഷിയിൽ വരുന്നില്ല. പ്രധാനമായും ജൈവ സ്ലറിയാണ് ഉപയോഗിക്കുന്നത്. അതിൽ ചാണകവും മൂത്രവും ഒക്കെ ഒഴിക്കാറുമുണ്ട്. ഇന്ന് നമുക്ക് എല്ലാ വെള്ളരിയും പറിക്കാൻ സാധിച്ചില്ല. പച്ച കളർ ഉള്ള വെള്ളരി ഇനിയും കുറച്ച് ദിവസവും കൂടി കഴിഞ്ഞാലേ വിളവെടുപ്പ് നടത്താൻ സാധിക്കുകയുള്ളൂ. ഇത് ഒരു പ്രാവശ്യം മുന്നേ വിളവെടുപ്പ് നടത്തിയതാണ്. അന്ന് എനിക്ക് വീഡിയോ ആക്കി ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. തണ്ണിമത്തൻ വിളവെടുത്തത് വയലിൽ വെച്ച് തന്നെ മുറിച്ചു. നമ്മൾ കഴിഞ്ഞ വർഷം വത്തക്ക നട്ടിരുന്നു. പക്ഷേ മഴ കാരണം വിളവെടുപ്പ് നടന്നില്ലായിരുന്നു. വത്തക്ക ആദ്യമായാണ് നമുക്ക് വിളവെടുപ്പ് നടത്താൻ സാധിച്ചത്. അതിൽ വളരെയധികം സന്തോഷം തോന്നി. പരീക്ഷണ അടിസ്ഥാനത്തിൽ 4 കുണ്ട് വത്തക്കയാണ് നട്ടത്. 5 വത്തെണ്ണം വിളവെടുപ്പ് നടത്താൻ പാകമായിട്ടുണ്ട്. ഇന്ന് ഒരെണ്ണം വിളവെടുത്തു. നമുക്ക് ഇതിൻ്റെ കൃഷിരീതി അറിയാത്തത് കൊണ്ട് കാര്യമായ പരിചരണമൊന്നും വത്തക്ക കൃഷിയിൽ നടത്തിയിട്ടില്ല. എങ്കിലും നമുക്ക് അത്യാവശ്യം വിളവ് ലഭിച്ചു. ഈ വീഡിയോ കാണുന്നവർ വത്തക്ക ഒക്കെ പരീക്ഷണ അടിസ്ഥാനത്തിൽ നട്ടുപിടിപ്പിക്കുക. എന്തായാലും നമുക്ക് അതിൽ നിന്നും വിളവ് ലഭിക്കും. ഇതിന് അത്ര അധികം പരിചരണം ആവശ്യമില്ലാത്തതുകൊണ്ട്. പക്ഷേ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് വത്തക്ക നടാൻ പാടില്ല. വെള്ളം അധികം കെട്ടി നിൽക്കാത്ത മണ്ണാണ് ഇതിന് അനുയോജ്യം. പയർ ഈ വർഷം നമ്മൾ 2 തരമാണ് നട്ടത്. ഒന്ന് പച്ച മീറ്റർ പയറും മറ്റേത് വയലറ്റ് കളറും. രണ്ടും ഒരുമിച്ച് നട്ടതിനാൽ കാണാൻ പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. പയർ കൃഷിയിൽ കുറച്ച് അധികം ശ്രദ്ധ വേണ്ടുന്ന ഒന്നാണ്. അല്ലെങ്കിൽ ചെടി തന്നെ മുരടിച്ച് നശിച്ചു പോകും. ഉറുമ്പ് പയർ കൃഷിയിൽ ഒരു മിത്രം ആണ്. പിന്നെ വേപ്പെണ്ണ മിശ്രിതം ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചാൽ തന്നെ ചെടികൾ നല്ല രീതിയിൽ വളരും. മുരടിപ്പ് കുറയുകയും ചെയ്യും. 5-10 പയർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തോരനുള്ളത് കിട്ടുകയും ചെയ്യും. മീറ്റർ പയർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പവും ഉണ്ടാകും. ഇത് മുന്നേ നട്ട ചീരയാണ്. ഇതൊക്കെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ്. വെണ്ട നമ്മൾ ആനക്കൊമ്പനാണ് നട്ടത്. ഇന്നും അത്യാവശ്യം വെണ്ട നമുക്ക് വിളവെടുപ്പ് നടത്താൻ സാധിച്ചു. ഞാൻ മുന്നേ വെണ്ട കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർ അതൊക്കെ പോയി ഒന്ന് കണ്ടേക്കണേ. കുമ്പളം നമ്മൾ 2 തരം നട്ടിരുന്നു. മത്തൻ ഇന്ന് 3 എണ്ണം വിളവെടുക്കാൻ സാധിച്ചു. പച്ചക്കളർ കുമ്പളം ഇന്ന് വിളവെടുക്കാൻ സാധിച്ചില്ല. അത് ഉണ്ടായി വരുന്നതേയുള്ളൂ. മത്തനൊക്കെ അത്രയധികം പരിചരണം ഒന്നും ആവശ്യമില്ലാത്ത വിളയാണ്. കുണ്ടെടുത്ത് വിത്ത് നട്ട് മത്തൻ അത്യാവശ്യം വലുതായാൽ തന്നെ വലിയ പരിചരണം ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചാൽ നമുക്ക് ആവശ്യത്തിന് വിളവൊക്കെ മത്തനിൽ നിന്നും ലഭിക്കും. എല്ലാവരും ഇതൊക്കെ വീട്ടുവളപ്പിൽ കഴിയുന്ന വിധത്തിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. ജൈവ സ്ലറിയൊക്കെ ആർക്കും എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ ഈസിയായി നിർമ്മിക്കാൻ പറ്റുന്നതാണ്. അല്പം ഉള്ളിത്തോട്, ചായപ്പിണ്ടി, മുട്ടത്തോട്, പഴത്തൊലി, ചാണകം, മൂത്രം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പുളിപ്പിച്ച് 2-3 ദിവസം വെച്ചതിന് ശേഷം 1 കപ്പ് വെള്ളത്തിന് 10 ലിറ്റർ ശുദ്ധവെള്ളം ഒഴിച്ചാൽ തന്നെ നമുക്ക് അടിപൊളിയായി ജൈവ സ്ലറിയൊക്കെ വീട്ടിൽ ഈസിയായി നിർമ്മിക്കാൻ പറ്റും. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഷോപ്പിൽ നിന്നും പച്ചക്കറികൾ രാസവളം അടിച്ച പച്ചക്കറികളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നതേയില്ല. അതുകൊണ്ട് തന്നെ കഴിയുന്ന ആൾക്കാരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ 2-3 പച്ചമുളക് തൈയും മത്തൻ്റെ ചെടിയുമൊക്കെ ഒന്നിക്കൽ നഴ്സറിയിൽ നിന്നും തൈ വാങ്ങി നടുക. അല്ലെങ്കിൽ വിത്ത് വാങ്ങി അതൊക്കെ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കൃഷി രീതിയുമായി കാണുന്നതുവരെ ബായ്.